മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ദളിത് ലീഗ് നേതാവുമായിരുന്ന അന്തരിച്ച എ.പി. ഉണ്ണികൃഷ്ണന്റെ മകൾ അഡ്വക്കേറ്റ് എ.പി. സ്മിജിയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ വൈസ് പ്രസിഡന്റ്. സ്ഥാനാർത്ഥിത്വവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും അപ്രതീക്ഷിതമായിരുന്നുവെന്ന് സ്മിജി ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് എ.പി. സ്മിജിയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ്. മുസ്ലിം ലീഗിന്റെ പിതാവ് മുസ്ലിം ലീഗിന്റെ നേതാവ് തന്നെയായിരുന്നു. ആ ഒരു ആദരവ് തന്നെയാണോ സ്മിജിക്കും കിട്ടിയത്? തീർച്ചയായിട്ടും എൻ്റെ മുസ്ലിം ലീഗ് പാർട്ടിയും അതുപോലെ എൻ്റെ തങ്ങളടക്കമുള്ളവരുടെ ഒരു സ്നേഹം കൂടെയാണ് എൻ്റെ അച്ഛന് കൊടുക്കുന്ന ഒരു വലിയൊരു ആദരസൂചകമായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. എന്ത് തോന്നുന്നു, ഒരു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആവുമ്പോൾ അതിന്റെ ഒരു ഉത്തരവാദിത്തം, പ്രാധാന്യമൊക്കെ? തീർച്ചയായിട്ടും വലിയൊരു ഉത്തരവാദിത്തമാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്നത്. ആ ഒരു വിശ്വാസം അത് 100% ഞാൻ എൻ്റെ ജനങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കും. അവരുടെ വികസനവും ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലൊരു പ്ലാൻ തന്നെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഈ വലിയ ഒരു ജില്ല, വലിയ ഒരു ജനസംഖ്യ കൂടുതലുള്ള ഒരു ജില്ല, വലിയ ആവശ്യങ്ങളൊക്കെയുള്ള ഒരു ജില്ലയാണ്. ഏതൊക്കെ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കണമെന്നാണ് സ്മിജി ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഞാൻ ആരോഗ്യപരമായിട്ട് നമുക്കിപ്പോൾ പാലിയേറ്റീവ് പോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടെ നല്ല രീതിയിൽ കുറച്ചും കൂടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം കൂടെ അവൈലബിൾ ആക്കുക. അതുപോലെ എൻ്റർപ്രണേഴ്സിന് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം ഒരുപാട് പേര് തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മാതൃകാപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മേഖല ഞാൻ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് പ്രതിപക്ഷമില്ലാത്തൊരു ജില്ലാ പഞ്ചായത്താണ്. അതുകൊണ്ട് ഉത്തരവാദിത്തം കൂടുന്നുണ്ടോ, അതോ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കാൻ കഴിയുമെന്ന്? എളുപ്പത്തിൽ എന്നല്ല, നമ്മൾ എല്ലാവരും നമ്മളുടെ കൂടെ വേണം. അപ്പോൾ എല്ലാവരുടെയും സമഗ്രമായ ഒരു വികസനമാണ് ഞാൻ മുന്നോട്ട് കാഴ്ചവെക്കുന്നത്. മലപ്പുറത്ത് നിന്ന് ക്യാമറാമാൻ എ.വി. ശംസുദ്ദീനൊപ്പം ശാന്തകുമാർ വള്ളാലത്ത്, ന്യൂസ് മലയാളം.